ഇവിടെ സമാദരണീയനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആ സമയത്താണ് ഈ സേവന ദൗത്യവുമായി വെളിയിലേക്ക് ഇറങ്ങി ഏറ്റവും ധീരമായൊരു നേതൃത്വം ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് വന്നത് എന്നത് മറ്റാരും ചെയ്യാത്ത കർമ്മകുശലമായ ഒരു നേതൃത്വത്തിൻ്റെ രൂപമാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തുടർച്ചയായി 3 പതിറ്റാണ്ടോളം അത്തരമൊരു സംഘടനയുടെ അധിപനായി തലപ്പത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഈ കേരളത്തിൽ ഏക വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് ആർക്കും തർക്കമില്ലാതെ ഉത്തരം പറയാൻ കഴിയും. ഇങ്ങനെ തുടർച്ചയായി ഒരു സംഘത്തിൻ്റെ തലപ്പത്തിരുന്ന് നയിക്കണമെങ്കിൽ അത് വെറുതെ ഇരുന്നാൽ നയിക്കില്ല, നമുക്കറിയാം. നിശ്ചയമായും ആ നയിക്കുന്ന പ്രസ്ഥാനത്തോട് എല്ലായ്പ്പോഴും പ്രകടിപ്പിക്കുന്ന കൂറ്, അതിൻ്റെ ആത്മാർത്ഥത, സേവന സന്നദ്ധത, ത്യാഗമനോഭാവം, ലക്ഷ്യബോധം, കർമ്മകുശലത, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉള്ളടക്കമാണ് അദ്ദേഹത്തെ ഈ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുന്നോട്ട് പോകാൻ അവസരമൊരുക്കിയത്. മാത്രവുമല്ല, അദ്ദേഹം ഈ സേവന ദൗത്യത്തിലേക്ക് കടന്നു വരുന്ന ഘട്ടമാകട്ടെ, അന്ന് നമ്മളെല്ലാം അറിയാം, SNDP യോഗത്തിന് പല രൂപത്തിലുള്ള വിഷമതകളും പ്രയാസങ്ങളും സംഘടനയ്ക്കൊരു ഏകീകൃത രൂപമില്ലാതെ പല രൂപത്തിലുള്ള അച്ചടക്കരാഹിത്യമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ചുമതലയേറ്റെടുത്ത് മുന്നോട്ട് വന്നതിനെ തുടർന്നുണ്ടായ മാറ്റം യഥാർത്ഥത്തിൽ കുത്തഴിഞ്ഞു കിടന്നൊരു പുസ്തകം കുത്തിക്കെട്ടി കൃത്യമായി എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ചിട്ടയാക്കിയത് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള തീവ്രമായ പരിശ്രമം ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ശാഖകളിലും നേരിട്ട് പലപ്പോഴും നമ്മൾ അത്ഭുതം വിചാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം കാസർഗോഡ് നിന്നാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ പിറ്റേ ദിവസം പാലക്കാടാണ്, അടുത്ത ദിവസം കോട്ടയത്താണ്, അല്ലെങ്കിൽ അടുത്ത ദിവസം കൊല്ലത്താണ്. ഇങ്ങനെ കേരളമാകെ പറന്നു നടന്ന് സംഘടന സജീവമാക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഈ അംഗീകാരം നേടിക്കൊടുത്ത് മുന്നോട്ട് വരാൻ ഇടവന്നിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയുകയാണ്. അത് അദ്ദേഹം പറച്ചിൽ മാത്രമല്ല, പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ രംഗത്തെല്ലാം നിതാന്ത ജാഗ്രത പുലർത്തി അദ്ദേഹത്തിൻ്റെ സേവന ദൗത്യവും ത്യാഗമനോഭാവവും അതോടൊപ്പം തന്നെ കർമ്മകുശലതയും എല്ലാം കൂട്ടിച്ചേർത്ത് സംഘടനയെ മുന്നോട്ട് നയിക്കുന്ന രംഗത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള നേതൃത്വ പാഠവും, ഒരാൾ ലീഡറായി മാറുന്നത് ക്രൈസിസ് മാനേജ്മെൻറ്റിലൂടെയാണ്. ആ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഏത് ഘട്ടത്തിൽ ഉയർന്നു വന്നോ, ക്രൈസിസ് ഉണ്ടായോ, അത്തരം ഘട്ടങ്ങളിലെല്ലാം അത് അതിവിദഗ്ധമായി മാനേജ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ രൂപത്തിലുള്ള ഗുണം അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവിൽ. അതുകൊണ്ടാണ് എല്ലാവരും 56-58 വയസ്സെത്തുമ്പോൾ സേവനമെല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ കയറി വിശ്രമ ജീവിതത്തിലേക്ക് വരുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ 88-ാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മനസ്സും യൗവനത്തുടിപ്പോടുകൂടി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. ചിന്താധാരകളിൽ അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ചാൽ അത്തരത്തിൽ കാണാൻ കഴിയും. എല്ലായ്പ്പോഴും അദ്ദേഹം ഈ ഘട്ടങ്ങളിലും യൗവനത്തോടു കൂടി തന്നെ നിന്നുകൊണ്ട് ഇതിനെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ശരീരത്തെക്കുറിച്ചോ അദ്ദേഹം ചിന്തിക്കാതെ തന്നെ സംഘടനയുടെ സജീവ സാന്നിധ്യമായും നേതൃത്വമായും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച മറ്റൊരു വ്യക്തിയെ കേരളത്തിൽ മറ്റൊരു സംഘടനയ്ക്കും കാണിക്കാനില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും.